തീർച്ചയായും കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആദ്യമായി BJP വളരെ ഡിഫെൻസീവായ ഒരു ഘട്ടമാണ്. കർഷക സമരത്തിന്റെ കാലത്ത് കുറച്ച് നമ്മൾ കണ്ടു, അതൊരു തുടക്കമായിരുന്നു. പക്ഷെ ഇപ്പോൾ BJP ഫുൾ ഡിഫെൻസീവിലാണ്. കാരണം പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പാർലമെന്റിൽ വന്ന് ആളുകളോട് മറുപടി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവർക്കില്ല മറുപടി പറഞ്ഞാൽ മോശമായി. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇന്ത്യ വന്നിരിക്കുന്നു. അത് CJP പ്രക്ഷോഭമുണ്ട്, അതുപോലെ അയോധ്യയിലെ കൊള്ളയുണ്ട്. 2 ഐക്കണുകൾ തകരുകയാണ്, മോഡിയും അതുപോലെ രാമനും. 2നും വലിയ ക്ഷതമേറ്റു. നീറ്റ് അടക്കം, UGC നെറ്റ്, CBSE അടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷകളെല്ലാം തന്നെ വലിയ തോതിൽ കുഴപ്പം പിടിച്ചതായിരിക്കുന്നു. അത് കുറേ വർഷങ്ങളായി തുടരുന്നു. അതിൽ ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല പ്രശ്നം, ഒരു സംവിധാനമാകെ തകരാറിലായിരിക്കും. ആ സംവിധാനം നന്നാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നതാണ് മന്ത്രിസഭയിലെ ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ള മന്ത്രിമാരുടെ നിലപാടുകൾ. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ CJP വലിയ സമരം നടന്നു. ആ സമരത്തെ രാഹുൽ ഗാന്ധി സമീപിച്ച രീതി വളരെ ശ്രദ്ധേയമായ രീതിയായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്നടക്കം പല രാഷ്ട്രീയ നേതാക്കളും സമരപന്തലിൽ പോയി മുദ്രാവാക്യം വിളിച്ചു. രാഹുൽ ഗാന്ധി സമരപന്തലിൽ പോയില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യം, രാഷ്ട്രീയ കക്ഷികൾ അവിടെ ചെന്നാൽ ആ സമരത്തിന്റെ വീര്യം കുറയും. എല്ലാ പാർട്ടിയിലും പെട്ട വിദ്യാർത്ഥികൾ, യുവാക്കൾ, മാതാപിതാക്കൾ, അതുപോലെയുള്ള ആളുകളാണ് സമരത്തിന് പോയത്. തീർച്ചയായിട്ടും അത് അവർ തന്നെ സമരം ചെയ്യട്ടെ. അവരുടെ അജണ്ടയിൽ നമ്മൾ ഇടപെടുന്നില്ല. നമുക്ക് വേറെ റോളുണ്ട്. കാരണം ഈ നീറ്റ് പരീക്ഷയുടെ വിഷയം ഉയർത്തി രാഹുൽ ഗാന്ധി രാജസ്ഥാനിൽ സമരം നടത്തിയിട്ടുണ്ട് മുമ്പ്. മാത്രമല്ല, ഈ സമരത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ ഇതിനെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു വലിയ ഇടപെടൽ രാഹുൽ ഗാന്ധി നടത്തുന്നു. പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കുള്ള മാർച്ച്, പാർലമെന്റിൽ നിർത്താതെയുള്ള പ്രക്ഷോഭം, അതിശക്തമായി അവസാനം രാജ്യസഭാ ചെയർമാൻ ആയിട്ടുള്ള ഉപരാഷ്ട്രപതിക്ക് പറയേണ്ടി വന്നു, ആ അമിത്ഷായോടൊന്ന് വന്ന് എന്തെങ്കിലും പറയാൻ പറ എന്ന് പറഞ്ഞാൽ അത് BJP-കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, എവിടെ അമിത്ഷാ, എവിടെ മോഡി എന്ന ചോദ്യം. ഇത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. മറ്റൊന്ന്, ജൂലൈ 20-ാം തീയതി ആ വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ മുഴുവൻ പെല്ലറ്റ് കൊണ്ട് ആ വിദ്യാർത്ഥിയെ ഹാജരാക്കിക്കൊണ്ട്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കിക്കൊണ്ട്, ഇത് ക്രൂരമായ ഒരു പോലീസ് നായാട്ടാണ്. ചില സ്ഥലത്ത് AK-47 ഉപയോഗിച്ചു എന്ന് പറയും, ചില സ്ഥലത്ത് പെല്ലറ്റ് ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കണമായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വളരെ സമാധാനപരമായല്ലേ കുട്ടികൾ സമരം ചെയ്തത്. ഈ കാര്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി ഈ കാര്യം പബ്ലിക്കിന് കാണിച്ചു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ആ വിഷയത്തിൽ FIR ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ പോവില്ല ഡൽഹി പോലീസിനോട് പറഞ്ഞു. ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ വിഷയത്തിൽ FIR ഇടാൻ ഡൽഹി പോലീസ് നിർബന്ധിതമായി. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ അവരുടെ ആന്തരിക സമ്മർദ്ദം എന്തുണ്ടെങ്കിലും കൂടെ നിർത്താനും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പാർലമെന്റിലും പുറത്തും ശക്തമായി പ്രതികരിക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷമുണ്ട് എന്ന ബോധ്യം ആളുകൾക്ക് വന്നിട്ടുണ്ട്. ഈ ബോധ്യം മോഡിക്ക് ഭീഷണിയാണ്. മോഡി അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചിരുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് വരുന്നത്. അത് കോൺഗ്രസിന് ഗുണമാവും, ഇന്ത്യ മുന്നണിക്ക് ഗുണമാവും. ആ രീതിയിൽ അത് മുമ്പോട്ട് പോകും. തീർച്ചയായും അവർക്ക് ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്.